നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ക്ലിഫ് ഹൗസിലേക്ക് വിളിച്ചു വരുത്തി പോലീസ് ഉന്നതനെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ താറെടുത്തു. തന്നോട് പിണറായി കളിച്ചാൽ കളി പഠിപ്പിക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. എന്നാൽ പാവം പോലീസ് മേധാവി ഇക്കാര്യത്തിൽ നിരപരാധിയായിരുന്നു. പിണറായി വിജയൻ സർക്കാർ കുലം മുടിഞ്ഞെങ്കിലും അവശേഷിക്കുന്ന ഏറാൻ മൂളികൾ മുഖ്യമന്ത്രി സതീശനെ കുഴപ്പിക്കാൻ തന്ത്രങ്ങൾ മെനയുകയായിരുന്നു. ഇതിനു പിന്നിൽ CPM-ന്റെ പഴയ ഭക്തരാണെന്ന് കണ്ടെത്തിയത് മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായ IAS ഉദ്യോഗസ്ഥനാണ്. മുഖ്യമന്ത്രി അനുവദിച്ചാലും ഇല്ലെങ്കിലും കനത്ത പോലീസ് ബന്ദോബസ്ത് ഏർപ്പാടാക്കുമെന്ന് ഇവരുടെ വാശിയായിരുന്നു. മുഖ്യമന്ത്രിയുടെ പോലീസ് വാഹന വ്യൂഹത്തിൻ്റെ റീൽസ് ചെയ്ത് CPM ഹാൻഡിലുകളിൽ പ്രചരിപ്പിക്കുകയായിരുന്നു പദ്ധതി. അങ്ങനെയാണ് മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടത്. തലസ്ഥാന നഗരത്തിലുൾപ്പെടെ മുഖ്യമന്ത്രി യാത്ര ചെയ്യുമ്പോൾ ട്രാഫിക് ലൈറ്റുകൾ ഓഫാക്കുന്നതും പൊതുജനങ്ങളെ തടയുന്നതും സ്ഥിരം കാഴ്ചയാണ്. ഇതോടെയാണ് മുഖ്യമന്ത്രി പോലീസ് മേധാവിയെ വിളിച്ചു വരുത്തി ക്ഷോഭം കൊണ്ടത്. അതോടെ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ പേരിൽ നാട്ടുകാരെ വഴിയിൽ തടഞ്ഞിട്ട് ബുദ്ധിമുട്ടിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ശക്തമായ താക്കീതുമായി പോലീസ് ഉന്നതർ രംഗത്തെത്തി. ഈ പ്രവണത കർശനമായി നിയന്ത്രിക്കണമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ്റെ ഓഫീസ് പലവട്ടം ആവശ്യപ്പെട്ടെങ്കിലും ഇപ്പോഴും ചില ഉദ്യോഗസ്ഥർ ഇടതു ഭരണകാലത്തെ പോലെ മുഖ്യമന്ത്രിക്കായി വഴി തടയുന്നത് തുടരുകയാണെന്ന് കണ്ടെത്തിയതോടുകൂടിയാണ് ഇടപെടൽ. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ക്ലിഫ് ഹൗസിൽ നിന്ന് എയർപോർട്ടിലേക്ക് മുഖ്യമന്ത്രി യാത്ര ചെയ്യവേ പോലീസ് അനാവശ്യമായി റൂട്ട് ബന്ദോബസ്ത് ഏർപ്പെടുത്തിയിരുന്നു. ഇതൊഴിവാക്കാൻ സിറ്റി പോലീസ് കമ്മീഷണർ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് വയർലെസ് മുഖേന കർശന നിർദ്ദേശം നൽകേണ്ടി വന്നു. മുഖ്യമന്ത്രിയുടെ യാത്രയുമായി ബന്ധപ്പെട്ട് പൊതുജനത്തെ അനാവശ്യമായി വഴിയിൽ തടയുന്നു എന്ന പരാതി ഉണ്ടാകരുതെന്നും ആർക്കും ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിലുള്ള ക്രമീകരണങ്ങൾ മാത്രം ഒരുക്കിയാൽ മതി എന്നുമായിരുന്നു കമ്മീഷണറുടെ വയർലെസ് സന്ദേശം. ഇടത് ആഭിമുഖ്യമുള്ള ചില ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ നശിപ്പിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായാണ് കർശന ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയും റോഡുകൾ അടച്ചിട്ടും ജനത്തെ വലയ്ക്കുന്നതെന്ന ആരോപണം ശക്തമാണ്. തൻ്റെ വാഹന വ്യൂഹത്തിൽ എസ്കോർട്ടും പൈലറ്റും മാത്രം മതിയെന്ന് സതീശൻ ചുമതലയേറ്റതിനു പിന്നാലെ DGPക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനും കയ്യടി നേടാനുമുള്ള നിർദ്ദേശം മാത്രമായിരുന്നു എന്ന് വരുത്തി തീർക്കുകയാണ് അനാവശ്യ നിയന്ത്രണങ്ങൾക്ക് പിന്നിലെ ഗൂഢലക്ഷ്യമെന്നാണ് വിവരം. ഇതിനു പിന്നിൽ CPM തൽപരരായ ഉദ്യോഗസ്ഥരാണെന്ന് ആരോപണം ഉയർന്നിരുന്നു. ആശ്വാസമല്ലാത്ത ഈ പ്രവണതയെപ്പറ്റി മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളും സുരക്ഷാ ഉദ്യോഗസ്ഥരും തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്കും DGPക്കും ഉൾപ്പെടെ വിവരം നൽകിയിരുന്നു. ഇതോടെയാണ് ശക്തമായ ഇടപെടൽ ഉണ്ടായത്. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ നിലവിലെ ജില്ലാ ഗവൺമെൻറ് പ്ലീഡർ ഗീനാകുമാരിയെ സർക്കാർ പദവിയിൽ നിന്നും ഒഴിവാക്കിയതും പൊതുവെ മിതവാദിയായ വി.ഡി. സതീശൻ തീവ്രവാദിയായി മാറുന്നതും ഇതിൻ്റെ ഭാഗമാണ്. അഡീഷണൽ ഗവൺമെൻറ് പ്ലീഡർ AR ഷാജിക്കാണ് പകരം ചുമതല നൽകിയിരിക്കുന്നത്. കേസ് കൈകാര്യം ചെയ്യാനായി മുൻ ഗവൺമെൻറ് പ്ലീഡർ അഡ്വക്കേറ്റ് A. സന്തോഷ് കുമാറിനെ പുതിയ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായും നിയമിച്ചു. കേസിലെ 9ാം പ്രതിക്ക് കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ചതിലെ വീഴ്ചയാണ് ഗീനാകുമാരിക്കെതിരായ നടപടിക്ക് പിന്നിൽ. പ്രതിക്ക് ജാമ്യം ലഭിച്ചത് പ്രോസിക്യൂട്ടറുടെ ഭാഗത്തു നിന്നുണ്ടായ ഒത്തുകളിയാണെന്നും ഗൗരവകരമായ വീഴ്ചയാണെന്നുമാണ് സർക്കാരിൻ്റെ വിലയിരുത്തൽ. സർക്കാരിൻ്റെ ഔദ്യോഗിക നിലപാടിന് വിരുദ്ധമായ സമീപനമാണ് അവർ കോടതിയിൽ സ്വീകരിച്ചതെന്ന് ആഭ്യന്തരമന്ത്രിയും നേരത്തെ പരസ്യമായി വ്യക്തമാക്കിയിരുന്നു. പ്രോസിക്യൂട്ടറുടെ നിലപാടുകളിൽ അതൃപ്തി രേഖപ്പെടുത്തി അന്വേഷണ ഉദ്യോഗസ്ഥനായ മ്യൂസിയം SHO ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനെ നേരിട്ട് കണ്ടിരുന്നു. കേസിൻ്റെ ഗൂഢാലോചന സംബന്ധിച്ച തുടരന്വേഷണത്തിന് നിലവിലെ സാഹചര്യം തിരിച്ചടിയാകുമെന്ന് കണ്ടാണ് പ്രത്യേക പ്രോസിക്യൂട്ടറെ നിയമിക്കണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അഭിഭാഷകനായിരുന്ന A. സന്തോഷ് കുമാറിനെയാണ് ഇപ്പോൾ ഈ കേസ് ഏൽപ്പിച്ചിരിക്കുന്നത്. VS അച്യുതാനന്ദനെതിരായ അപകീർത്തി കേസ് ഉൾപ്പെടെയുള്ളവയിൽ ഉമ്മൻചാണ്ടിക്ക് വേണ്ടി കോടതിയിൽ ഹാജരായിരുന്നത് ഇദ്ദേഹമാണ്. ഭാവിയിൽ മുഖ്യമന്ത്രി ഇത്തരത്തിലായിരിക്കും പ്രവർത്തിക്കുക. തൻ്റെ ഇമേജ് തകർക്കാനുള്ള ശ്രമങ്ങൾ CPM കേന്ദ്രങ്ങളിൽ നിന്ന് നടക്കുന്നതായി മുഖ്യമന്ത്രി സംശയിക്കുന്നു. CPM കേന്ദ്രങ്ങളിൽ നിന്നു തന്നെയാണ് സതീശന് ഇതിനുള്ള വിവരങ്ങൾ ലഭിച്ചത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഉന്നതനെ മുഖ്യമന്ത്രി വിളിച്ചു വരുത്തിയത്.
പോലീസിൻ്റെ തലപ്പത്ത് ഇപ്പോഴും നിരവധി പിണറായി ഭക്തരുണ്ട്. അവരാണ് വി ഡി സതീശൻ്റെ നേർക്ക് പ്ലാൻ ബി പ്രയോഗിക്കുന്നത്. 2006 വരെ അംബാസഡർ കാറുകളായിരുന്നു ഭൂരിഭാഗം മന്ത്രിമാർക്കും നൽകിയിരുന്നത്. 2004 ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് മറ്റു കാറുകളും മന്ത്രിമാർ ആവശ്യപ്പെട്ടു വാങ്ങിയിരുന്നു. പിന്നീട് ഇന്നോവയിലേക്ക് മന്ത്രിമാർ മാറി. 2016 ഇന്നോവ ക്രിസ്റ്റയും മന്ത്രിമാരുടെ വാഹനങ്ങളായി. മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ 2022 ഇന്നോവ ക്രിസ്റ്റയ്ക്ക് പുറമെ കിയ കാർണിവലും വാഹന വ്യൂഹത്തിൻ്റെ ഭാഗമാക്കി. ഇവയെല്ലാം കറുത്ത നിറമുള്ളവയായിരുന്നു. ചീറിപ്പാഞ്ഞു പോകുന്ന 14ഓളം വാഹനങ്ങൾ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വാഹന വ്യൂഹത്തിലെ സ്ഥിരം കാഴ്ചയായിരുന്നു. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് പലപ്പോഴും മുഖ്യമന്ത്രി പിണറായിയുടെ വാഹനവ്യൂഹം വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. സർക്കാർ സാമ്പത്തിക ഞെരുക്കത്തിലാണ് എന്ന് പറയുമ്പോഴും പിണറായി വിജയൻ്റെ അകമ്പടി വാഹനങ്ങളുടെ എണ്ണം വർദ്ധിച്ചതും അദ്ദേഹത്തിന് തന്നെ സഞ്ചരിക്കാനുള്ള വാഹനം ഇടയ്ക്ക് വെച്ച് മാറിയതുമെല്ലാം വിമർശനങ്ങൾക്ക് കാരണമായിരുന്നു. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വാഹനവ്യൂഹത്തിലേക്ക് കിയ കാർണിവൽ എത്തിയത് അടുത്ത കാലത്താണ്. 33 ലക്ഷം രൂപ വില വരുന്ന കിയ കാർണിവൽ ലിമോസിൻ +7 മോഡലാണ് പുതിയ വാഹനം. നിലവിൽ മുഖ്യമന്ത്രി സഞ്ചരിച്ചിരുന്ന കറുപ്പ് നിറത്തിലുള്ള ഇന്നോവ ക്രിസ്റ്റയ്ക്ക് പകരക്കാരനായിട്ടാണ് കൂടുതൽ സൗകര്യമുള്ള കറുത്ത കിയ കാർണിവൽ വാങ്ങാൻ അന്ന് സർക്കാർ തീരുമാനമെടുത്തത്. കഴിഞ്ഞ വർഷം ജനുവരിയിൽ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിലേക്ക് 3 ക്രിസ്റ്റയും 1 ടാറ്റ ഹാരിയറും വാങ്ങാൻ 62.46 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. ഇതിൽ നിന്ന് 55.39 ലക്ഷം രൂപ ചെലവഴിച്ചാണ് 3 പുതിയ കറുത്ത ക്രിസ്റ്റ വാഹനങ്ങൾ വാങ്ങിയത്. ഈ വാഹനങ്ങളിൽ 2 പൈലറ്റ് എസ്കോർട്ട് കാറുകളായി 1 മുഖ്യമന്ത്രിക്ക് സഞ്ചരിക്കുവാനുമാണ് ഉപയോഗിച്ചത്. ഹാരിയറിന് പകരം കൂടുതൽ സുരക്ഷാ സംവിധാനമുള്ള കാർണിവൽ വാങ്ങുന്നതാണ് അഭികാമ്യമെന്ന് പോലീസ് മേധാവിയാണ് നിർദ്ദേശിച്ചത്. നേരത്തെ അനുവദിച്ചതിലെ ബാക്കി തുക കാർണിവൽ വാങ്ങാൻ തികയില്ല. അതിനാൽ തന്നെ പുതിയ കാർ വാങ്ങാൻ 33.31 ലക്ഷം രൂപ അനുവദിച്ച് ഉത്തരവായി. പുതിയ വണ്ടികൾക്കായി ഇതുവരെ അനുവദിച്ചത് 88.69 ലക്ഷം രൂപയാണ്. 3 പുതിയ ക്രിസ്റ്റകൾ വാങ്ങിയപ്പോൾ നേരത്തെ ഉപയോഗിച്ചിരുന്ന 2 ഇന്നോവ കാറുകൾ ആഭ്യന്തര വകുപ്പിന് കൈമാറാനായിരുന്നു തീരുമാനം. എന്നാൽ കണ്ണൂർ, കോഴിക്കോട് തുടങ്ങിയ വടക്കൻ ജില്ലകളിലെ യാത്രയ്ക്ക് അധിക സുരക്ഷയെന്ന നിലയിൽ പൈലറ്റായോ എസ്കോർട്ടായോ ഈ വാഹനങ്ങൾ ഉപയോഗിക്കാനായിരുന്നു നിർദ്ദേശം. എന്തുകൊണ്ടാണ് പിണറായി കിയ കാർണിവൽ വാങ്ങിയത്? വർഷങ്ങളായി ടൊയോട്ടോ ഇന്നോവ എന്ന ഒരേ ഒരു രാജാവ് അടക്കി വാണിരുന്ന MPV, അതായത് മൾട്ടിപർപ്പസ് വെഹിക്കിൾ ശ്രേണിയെ വിറപ്പിച്ചാണ് കാർണിവൽ എന്ന എതിരാളിയുമായി കൊറിയൻ കാർ നിർമ്മാതാക്കളായ കിയ എത്തിയത്. 2020 ഫെബ്രുവരിയിലാണ് ഇന്ത്യയിലെ തങ്ങളുടെ 2ാമത്തെ വാഹനമായ കാർണിവൽ കമ്പനി വിപണിയിലെത്തിച്ചത്. 7, 8, 9 എന്നിങ്ങനെ 3 സീറ്റിംഗ് ഓപ്ഷനുകളിലാണ് വാഹനം വിപണിയിലുള്ളത്. 8 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനോട് കൂടിയ 2.2 ലിറ്റർ 4 സിലിണ്ടർ CRDI ടർബോ ഡീസൽ എഞ്ചിൻ 440 Nm ടോർക്കും 200 HP കരുത്തും പകരുന്നു. വെളുപ്പ്, കറുപ്പ്, സിൽവർ നിറങ്ങളിലാണ് വാഹനം ലഭ്യമാവുക. ആഡംബരവും സവിശേഷതകളുമാണ് ചുരുങ്ങിയ കാലത്തിനുള്ളിൽ കാർണിവൽ പ്രിയങ്കരമാകാൻ കാരണം. ഫീച്ചറുകളിൽ സമ്പന്നമായ പ്രീമിയം MPVയാണ്. പവർ സ്ലൈഡിംഗ് റിയർ ഡോറുകളാണ് വാഹനത്തിൻ്റെ പ്രധാന പ്രത്യേകത. സ്മാർട്ട് ഫോൺ കണക്ടിവിറ്റിയുള്ള 8 ഇഞ്ചുള്ള ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, 2ാം നിര യാത്രക്കാർക്ക് വേണ്ടിയിട്ടുള്ള 2 10.1 ഇഞ്ച് ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ, 3 സോൺ ക്ലൈമറ്റ് കൺട്രോൾ, ഡ്യുവൽ പാനൽ ഇലക്ട്രിക് സൺറൂഫ്, കിയയുടെ UVO കണക്ട് ചെയ്ത കാർടെക് ഇലക്ട്രിക് ടെയിൽഗേറ്റ് എന്നിങ്ങനെ നീളുന്നു ആ പട്ടിക. ഡ്യുവൽ ടോൺ ബ്ലാക്ക്, ബെയ്ജ് എന്നിങ്ങനെ 3 ഇൻറ്റീരിയർ കളർ ഓപ്ഷനിലാണ് കിയ കാർണിവൽ എത്തുന്നത്. സുരക്ഷയുടെ കാര്യത്തിലും കാർണിവൽ ഏറെ മുന്നിലാണ്. ഓസ്ട്രേലിയൻ NCAP ക്രാഷ് ടെസ്റ്റിലാണ് കിയ കാർണിവൽ 5 സ്റ്റാർ റേറ്റിംഗ് നേടി സുരക്ഷയിൽ കരുത്തനെന്ന് തെളിയിച്ചത്. കാർണിവലിൻ്റെ 8 സീറ്റർ ഓപ്ഷനാണ് ഇടി പരീക്ഷയ്ക്ക് വിധേയമാക്കിയത്. വാഹനത്തിനുള്ളിലെ യാത്രക്കാർക്ക് സുരക്ഷയൊരുക്കുന്നതിലും കൊളീഷൻ അവോയ്ഡൻസ് അസസ്മെൻറ്റിലും മികച്ച പ്രകടനമാണ് ഈ കാർ കാഴ്ചവെച്ചത്. മുൻഭാഗങ്ങൾ, വശങ്ങൾ എന്നിവിടങ്ങളിൽ ഉണ്ടായേക്കാവുന്ന ആഘാതങ്ങളിൽ നിന്ന് കാർണിവൽ സുരക്ഷിത കവചം തീർക്കുന്നുണ്ടെന്നാണ് വിലയിരുത്തൽ. ISO ഫിക്സ് ആങ്കറുകൾ, ഹെഡ് പ്രൊട്ടക്റ്റഡ് എയർ ബാഗുകൾ, എമർജൻസി ബ്രേക്കിംഗ് സംവിധാനം, ആക്റ്റീവ് ലൈൻ കീപ്പിംഗ്, ഇൻ്റലിജൻറ്റ് സീറ്റ് ബെൽറ്റ് റിമൈൻഡറുകൾ എന്നിവയും സുരക്ഷയ്ക്ക് കരുത്തേകുന്നു. ബ്രേക്ക്
അസിസ്റ്റ്, ടയർ പ്രഷർ മോണിറ്റർ, എഞ്ചിൻ ഇമ്മൊബിലൈസർ, ക്രാഷ് സെൻസർ, എഞ്ചിൻ ചെക്ക് വാർണിംഗ്, ഇലക്ട്രിക് സ്റ്റെബിലിറ്റി കൺട്രോൾ, കൺസേണിംഗ് ബ്രേക്ക് കൺട്രോൾ, കർട്ടൻ എയർ ബാഗുകൾ, സ്പീഡ് സെൻസ് ചെയ്യാൻ കഴിയുന്ന ഓട്ടോ ഡോർ ലോക്ക് എന്നിവയും സുരക്ഷ ഒരുക്കുന്നു. ഈ സാഹചര്യത്തിലാണ് തൻ്റെ യാത്രകൾക്ക് വാഹനവ്യൂഹം ആവശ്യമില്ലെന്ന മുഖ്യമന്ത്രി വി ഡി സതീശൻ്റെ വാക്കുകൾ ശ്രദ്ധ നേടുന്നത്. മുഖ്യമന്ത്രിയുടെ യാത്ര കാരണം ജനങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകരുതെന്നുള്ള കർശന നിർദ്ദേശവും സതീശൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകി കഴിഞ്ഞു. യാത്രകൾക്ക് പൈലറ്റ് വാഹനത്തിൻ്റെ അകമ്പടി മാത്രം മതിയെന്നായിരുന്നു സതീശൻ്റെ നിലപാട്. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകരുതെന്നും സാധാരണക്കാരെ പോലെ നേരത്തെ സഞ്ചരിച്ചിരുന്ന രീതിയിൽ തനിക്ക് പോയാൽ മതിയെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇസഡ് കാറ്റഗറി സുരക്ഷയുള്ള മുഖ്യമന്ത്രിയുടെ സുരക്ഷ കേവലം പൈലറ്റ് വാഹനത്തിൽ ഒതുക്കാനാകില്ലെന്ന് പോലീസ് അറിയിക്കുകയായിരുന്നു. അതിനാൽ എസ്കോർട്ട് വാഹനം കൂടി മുഖ്യമന്ത്രിക്ക് അകമ്പടി ഉണ്ടായിരിക്കും. അതായത് മുഖ്യമന്ത്രിയുടെ വാഹനത്തിൽ എസ്കോർട്ട് പൈലറ്റ് വാഹനങ്ങൾ മാത്രമായിരിക്കും ഇനി അകമ്പടി നൽകുക. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വാഹന വ്യൂഹത്തിൽ ഉണ്ടായിരുന്നത് 10 മുതൽ 14ഓളം വാഹനങ്ങളായിരുന്നു. സുരക്ഷ, സഞ്ചരിക്കുന്ന വഴി, സഞ്ചരിക്കുന്ന സ്ഥലം എന്നിവ അടിസ്ഥാനമാക്കിയാണ് വാഹനങ്ങളുടെ എണ്ണം തീരുമാനിച്ചിരിക്കുന്നത്. 2 പൈലറ്റ് വാഹനങ്ങൾ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വാഹനം, സുരക്ഷാ ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും സഞ്ചരിക്കുന്ന 3-4 എസ്കോർട്ട് വാഹനങ്ങൾ, മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വാഹനത്തിന് സമാനമായുള്ള സ്പെയർ ബാക്കപ്പ് കാർ, ആംബുലൻസ്, സ്ട്രൈക്കർ ഫോഴ്സ് വാഹനം എന്നിങ്ങനെയായിരുന്നു പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വാഹന വ്യൂഹം. സുരക്ഷാ റിപ്പോർട്ടും ഔദ്യോഗിക പരിപാടികളും അനുസരിച്ച് വാഹനങ്ങളിലും സുരക്ഷയിലും വ്യത്യാസമുണ്ടാകും. എസ്കോർട്ട് വാഹനങ്ങളിൽ പരിശീലനം ലഭിച്ച ആയുധധാരികളായ കമാൻഡോകൾ ഉണ്ടാകും. പൈലറ്റ് വാഹനങ്ങളിൽ CI റാങ്കിലുള്ള ഉദ്യോഗസ്ഥന് കീഴിൽ പോലീസുകാർ. പ്രതിഷേധമുണ്ടാകുമ്പോൾ 25 അംഗ ദ്രുതകർമ്മ സേനയും അനുഗമിക്കും. കറുത്ത കിയ കാർണിവൽ കാറായിരുന്നു മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന 2 വർഷക്കാലം യാത്രകൾക്കായി ഉപയോഗിച്ചിരുന്നത്. ഇതിനൊപ്പം കറുത്ത ഇന്നോവ ക്രിസ്റ്റ കാറുകളും ഉണ്ടായിരുന്നു. പിണറായി വിജയൻ്റെ യാത്രകൾക്കായി പോലീസ് ഫണ്ടിൽ നിന്നും വാങ്ങി നൽകിയ 2 കറുത്ത ഇന്നോവ കാറുകൾ പോലീസ് ഇതിനോടകം തന്നെ തിരികെ ഏറ്റെടുത്തിട്ടുണ്ട്. പുതിയ മുഖ്യമന്ത്രി വി ഡി സതീശൻ സഞ്ചരിക്കുക വെളുത്ത ഇന്നോവ ക്രിസ്റ്റയിലായിരിക്കും. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മുഖ്യമന്ത്രി ഉൾപ്പെടെ മന്ത്രിമാർക്ക് വെള്ള ഇന്നോവ ക്രിസ്റ്റ കാറുകളാണ് പൊതുഭരണ വകുപ്പ് ടൂറിസം വകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. വെളുത്ത ഇന്നോവ കാറിൽ ചീറിപ്പാഞ്ഞിരുന്ന പിണറായി വിജയൻ 2022 ജനുവരി മുതലാണ് ഔദ്യോഗിക വാഹനമായ കറുത്ത ഇന്നോവ ക്രിസ്റ്റയിലേക്ക് മാറുന്നത്. പുതുവർഷത്തിൽ തിരുവനന്തപുരത്ത് എത്തിയ ശേഷമുള്ള ആദ്യ യാത്ര തന്നെ മുൻ മുഖ്യമന്ത്രി പുതിയ കാറിലേക്ക് മാറുകയായിരുന്നു. പിന്നീടാണ് 6 മാസത്തിനുള്ളിൽ കിയ കാർണിവലിലേക്ക് മാറുന്നത്. അതുവരെ സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ മുഖ്യമന്ത്രിമാരും മന്ത്രിമാരുമെല്ലാം ഉപയോഗിച്ചിരുന്നത് വെള്ള നിറമുള്ള വാഹനങ്ങളായിരുന്നു. അന്ന് മുൻ പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റയുടെ ശുപാർശയിലായിരുന്നു ഈ നിറം മാറ്റം. രാത്രി യാത്രയ്ക്ക് കൂടുതൽ സുരക്ഷിതവും രാത്രിയിലുള്ള ആക്രമണം തടയാൻ കാറിൻ്റെ നിറം കറുപ്പാകുന്നതുമാണ് നല്ലതെന്നായിരുന്നു ബെഹ്റയുടെ ശുപാർശ. ഇതിനിടയിൽ 2 തവണ മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം അപകടത്തിൽപ്പെട്ടതും ഈ നിറം മാറ്റത്തിനുള്ള കാരണമായി അന്ന് വിലയിരുത്തപ്പെടുന്നു. 2023 ജനുവരിയിലാണ് അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന വി ഡി സതീശന് സഞ്ചരിക്കാൻ പുതിയ ടയോട്ട ഇന്നോവ ക്രിസ്റ്റ സംസ്ഥാന സർക്കാർ അനുവദിച്ചത്. ആ സമയത്ത് വി ഡി സതീശൻ ഉപയോഗിച്ചിരുന്ന കാർ 2.75 ലക്ഷം കിലോമീറ്റർ ഓടിയത് കണക്കിലെടുത്താണ് അന്ന് അദ്ദേഹത്തിന് പുതിയ വാഹനം അനുവദിച്ചത്. അതിനു മുമ്പത്തെ സർക്കാരിൻ്റെ കാലത്ത് പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല ഉപയോഗിച്ചിരുന്ന വാഹനമായിരുന്നു പിന്നീട് വി ഡി സതീശന് നൽകിയിരുന്നത്. ടൂറിസം വകുപ്പിൻ്റെ ഉടമസ്ഥതയിലുള്ള വാഹനമായിരുന്നു അത്. 3 വർഷത്തിലധികം പഴക്കമുള്ള വാഹനങ്ങൾ VIP യാത്രകൾക്ക് ഉപയോഗിക്കരുത് എന്നാണ് ടൂറിസം വകുപ്പിൻ്റെ ചട്ടം. അത് പാലിച്ചാണ് അന്ന് സതീശന് പുതിയ വാഹനം അനുവദിച്ചത്. ഇപ്പോൾ മുഖ്യമന്ത്രിയായ ശേഷവും സതീശൻ യാത്രകൾക്കായി ഉപയോഗിച്ചതും ഈ വാഹനമാണ്. സതീശൻ കാർണിവൽ ഉപയോഗിക്കുമോ എന്ന് പിണറായി സന്ദേഹിച്ചിരുന്നു. എന്നാൽ താൻ കിയ കാർണിവൽ ഉപയോഗിക്കില്ലെന്ന് സതീശൻ പറഞ്ഞതോടെ പിണറായി കിയ കിട്ടാനുള്ള ശ്രമം തുടങ്ങി. നിലവിൽ ഈ വാഹനം ആരും ഉപയോഗിക്കാത്ത സാഹചര്യത്തിൽ വാഹനം ടൂറിസത്തിന് കൈമാറാനായിരുന്നു തീരുമാനം. എന്നാൽ പ്രോട്ടോകോൾ പ്രകാരം കിയ കാർണിവൽ ഉപയോഗിക്കാൻ എല്ലാവർക്കും കഴിയില്ല. അതും പിണറായിയുടെ ആഗ്രഹങ്ങൾക്ക് ചിറക് മുളപ്പിച്ചു. ഇനി അറിയേണ്ടത് CM അത് അനുവദിക്കുമോ എന്നതാണ്. അത് എന്തു തന്നെയായാലും തനിക്ക് ആ തട്ട് കിട്ടാൻ മുഖ്യമന്ത്രി സതീശൻ തയ്യാറല്ല.